ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റു. എല്ലാ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് അതുപോലെ ജൂലിയും പിങ്ങി എൻ്റെ പുറകെ നടക്കുക, എന്തിനാ അറിയാം, ഫുഡ് കൊടുക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ചായ കുടിച്ച് ഞാനും ഇക്കായിട്ട് ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഒരുപാട് വീഡിയോ ആയി നിങ്ങൾക്ക് തന്നെ ബോറടിക്കത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഞാൻ ഒരു വാഴപ്പിണ്ടി അതേപോലെ തന്നെ പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. കാരണം വീട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കാമെങ്കിൽ പഴമായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് മക്കൾക്കും കൊടുക്കാം ഇക്കയ്ക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇക്കയ്ക്കും മക്കൾക്കൊക്കെ കൊടുത്തു. ഒരു പുട്ടും പഴവും പാലൊക്കെ കുടിച്ചപ്പോൾ ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരട്ടെ. ഞാൻ ഇന്നലത്തെ ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു, ഇവരാരും കഴിച്ചില്ല. അത് കാരണം ഞാനത് ചൂടാക്കി എടുത്ത് ഞാനതും പുട്ടും കഴിച്ചു. പിന്നെ അതിനുശേഷം പിന്നെയും കുളിച്ച് റെഡിയായിട്ട് പിന്നെ പിന്നെയും പോവാണ്, ഇക്കായുമായിട്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഇക്ക എന്നെ ഇരുന്ന് കളിയാക്കുകയാണ്, നീ എന്തിനാ ഇതൊക്കെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ മാരുതി സുസുക്കിയിലാണ് ഇക്ക പോയത്. ഇക്ക അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തതാണ്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ ചെന്നൈ എയർപോർട്ടാണ്, ഫ്ലൈറ്റ് താഴുന്നതും അതുപോലെ തന്നെ മെട്രോ ഒക്കെ പോകുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ക്യാമറയിലൊന്ന് പകർത്തിയെടുത്തതേ ഉള്ളൂ, നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടത്. ചെന്നൈ എയർപോർട്ടിനകത്തുള്ള മെട്രോ ആണ്. അങ്ങനെ ഞങ്ങൾ വന്ന് ഞങ്ങൾ താമ്പരം എത്തി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വന്നപ്പോൾ അപ്പം തന്നെ 2 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, അവർ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചോറ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് വരുമായിരുന്നു. അക്കും അമ്മും ചോറൊക്കെ അവർക്ക് വെക്കാനൊക്കെ അറിയാം. 2:25 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കിച്ചണിലോട്ട് ഓടി വരികയാണ്. ഡ്രസ്സൊന്നും മാറിയില്ല, പെട്ടെന്ന് തന്നെ സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ചോറ് ഇവിടെ തിളപ്പിച്ചിട്ടിട്ടുണ്ട്, മക്കളത് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നത് തിളപ്പിച്ചെല്ലാം ഊറ്റി. പിന്നെ ഞാൻ തന്നെ ഒഴിച്ച മോര് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മാങ്ങായും പൈനാപ്പിളും ഒക്കെ ഇട്ടൊരു മോരുകറി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ വഴുതനങ്ങ പെട്ടെന്ന് കട്ടിരിക്കുക എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടിരിക്കുക റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് മസാലയൊക്കെ ഇട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് പെട്ടെന്ന് ഫ്രൈ ആക്കി. പിന്നെ പൈനാപ്പിളും പഴുത്ത മാങ്ങായും കൂടി ഇട്ടൊരു മോരുകറി ഉണ്ടാക്കി. അങ്ങനെ ഇത് ഫ്രൈ ആക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. വഴുതനങ്ങ കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറെ രീതിയിലങ്ങ് ഉണ്ടാക്കി എൻ്റെ മക്കൾ കഴിക്കത്തില്ല വഴുതനങ്ങ, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ എനിക്കും ഇഷ്ടമാണ്, എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ചോറൊക്കെ അവർ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചോറ് അവർക്ക് ഊറ്റാൻ അറിയത്തില്ല, അത് കാരണം ഞാൻ വന്നിട്ട് ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങളൊരു മുട്ടയൊക്കെ പൊരിച്ചു. അപ്പം തന്നെ സമയം എത്രയായി, 2:50 അപ്പോൾ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അങ്ങനെ ഞാൻ ചോറും മാങ്ങാപ്പുളിശ്ശേരി അതേപോലെ തന്നെ പൈനാപ്പിളും മാങ്ങായിട്ട പുളിശ്ശേരി, പിന്നെ നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു, പാവയ്ക്ക അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഇതെല്ലാം കൂടെ ഉണക്കമീൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ കഴിക്കണം. അടിപൊളി നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഒരുപാട് കറികളൊന്നുമില്ല, ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓണം പോലെ എന്ന് പറയുന്ന പോലെ. പിന്നെ ഞാൻ മാങ്ങാപ്പുളിശ്ശേരി എടുത്തത്, ഒരു മാങ്ങായും അതുപോലെ പൈനാപ്പിളൊക്കെ എടുത്ത് ഒഴിച്ച് മുട്ടയും നെല്ലിക്ക അച്ചാറും വഴുതനങ്ങയുടെ ഇതും പിന്നെ അതുപോലെ തന്നെ ഉണക്കമീനും എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ കുഞ്ഞ് ലഞ്ച് കേട്ടോ. മക്കളും ഇരുന്ന് കഴിക്കണം, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാങ്ങ വെച്ചു അതുപോലെ തന്നെ പൈനാപ്പിൾ വെച്ചൊക്കെ പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർ ഭയങ്കര ഇഷ്ടം. അവർക്ക് അത് മാത്രം കഴിച്ചുള്ളൂ. എന്നിട്ട് കഴിച്ച് വയറ് ഫുള്ളായെന്ന് പറഞ്ഞ് ക്ഷീണത്തിൽ രണ്ടുപേരുടെ വന്ന് ഗെയിം കളിക്കുകയാണ് കേട്ടോ, മൊബൈലിൽ ടൈം സെറ്റ് ചെയ്തിട്ട്. പിന്നെ ഞാൻ ഇക്കയ്ക്ക് വാഴപ്പിണ്ടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, അത് ജ്യൂസ് അടിക്കാൻ എന്നിട്ട് ജ്യൂസ് അടിക്കുകയാണ് ഇക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോഴാണ് ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ലെന്ന് ഓർത്തത്. നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടാണ് ചെന്നൈയിൽ കേട്ടോ, ചെടിയെല്ലാം ഉണങ്ങിപ്പോകും. അങ്ങനെ ഞാൻ ഇൻഡോർ പ്ലാന്റ് ആണ് ഇതെല്ലാം. അപ്പം ഇതിനെല്ലാം വെള്ളം ഒഴിച്ച് കുറേശ്ശെ കൊടുത്തു. അങ്ങനെ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് വേര് വരുമ്പോൾ ഞാൻ പോയി ചെടിച്ചട്ടിയുടെ അകത്ത് വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിനകത്ത് നിൽക്കുന്ന ചെടിയാണ്, അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത്. ചൂടായത് കാരണം ഭയങ്കര ഇതാണ്. അങ്ങനെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കയ്ക്ക് മക്കൾക്കൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ മുസമ്പിയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം കുരു ഇല്ലാതിരിക്കും, നല്ല ജ്യൂസാണല്ലോ, കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ ജ്യൂസ് അടിച്ച് ഞാൻ ഇക്കയ്ക്ക് ഒരു കപ്പ് ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ്. ഇക്കയ്ക്ക് ഒരു ഗ്ലാസ് ഒന്നും കൊടുത്താൽ വയറിന് അറിയത്തില്ല കേട്ടോ, ഒരു കപ്പ് വേണേ. അങ്ങനെ കൊടുത്തു. പിന്നെ മക്കൾക്ക് ഞാൻ കടല വേണമെന്ന് പറഞ്ഞത് കാരണം ഈ വെള്ളക്കടല വെച്ച് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ എൻ്റെ അമ്മൂനും അക്കുനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെള്ളക്കടല വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളക്കടല അവർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കറി വെക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ കടല ഉലത്തി കൊടുക്കത്തില്ല, അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉലത്തി കൊടുക്കാമെങ്കിൽ ഇവർ ചുമ്മാ എടുത്ത് കഴിച്ചോളും കേട്ടോ. ചപ്പാത്തിലൂടെ കഴിക്കാനും നല്ല, അതുപോലെ തന്നെ ചുമ്മാ ഇങ്ങനെ കോരി തിന്നാൻ നല്ല രസമാണ്, ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനതെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അമ്മു എക്സസൈസ് ചെയ്യുകയാണ് കേട്ടോ. അമ്മുന് വണ്ണം കൂടുതലാന്ന് പറഞ്ഞാൽ അമ്മ എക്സസൈസ് ചെയ്യുകയാണ് കേട്ടോ. അമ്മു അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അവർ രണ്ടുകൂടെ കളിക്കാൻ താഴെ പോയി. അക്കു അമ്മ കൂടെ കുറേ നേരം ഒരു 2 hours 1 hour അങ്ങോട്ട് താഴെ നിന്ന് കളിക്കുകയാണ്. ഞാൻ പിന്നെ എൻ്റെ ജോലി ചെയ്യാൻ പോയി, എനിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമായിരുന്നു. മക്കൾക്ക് ചപ്പാത്തി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. രാത്രിയിലാണെങ്കിലും ഒക്കെ അവർക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ എൻ്റെ ചപ്പാത്തിക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ പിന്നെ അമ്മൂനെയൊക്കെ ഞാൻ വിളിച്ചു, കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വന്ന് അമ്മുവൊക്കെ ചപ്പാത്തിയും കടല റോസ്റ്റും കഴിക്കുകയാണ്. ഞാനും കഴിച്ചു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ. താങ്ക് യു.